ദിമാഗി നക്സൽ എന്ന് ചെങ്കോട്ട പ്രസംഗത്തിനിടയിൽ നരേന്ദ്രമോദി ആരെയെല്ലാമോ വിളിച്ചു. ആരെയാണ് വിളിച്ചത്? സാധാരണഗതിയിൽ സ്വാതന്ത്ര്യദിനത്തിലെ സ്വന്തം പ്രസംഗത്തിൽ നിന്ന് വികസനം പോലുള്ള കാര്യങ്ങളിൽ ഒക്കെയാണ് മോഡി ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളത്. രാജ്യത്തെ ഉദ്ദേശിച്ചാണ് പ്രസംഗം. പക്ഷേ ഇത്തവണ അല്പം ആക്രമണോത്സുകമായ ആരെയോ ചിലരെ അറ്റാക്ക് ചെയ്യുന്നൊരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. രാഷ്ട്രത്തിൻ്റെ ചില ശത്രുക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് ദിമാഗി നക്സൽ എന്നൊരു പ്രയോഗം മോദിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പം ചെങ്കോട്ട പ്രസംഗത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാനമായ പല കാര്യങ്ങളും പറഞ്ഞായിരുന്നു. അതായത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്ന കാര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ 1 കോടി ചെറുപ്പക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഇതൊക്കെ രാജ്യത്തിൻ്റെ വികസനത്തിൽ മുന്നോട്ട് പോകാനുള്ള പല പല കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല 5 തൊട്ട് 7 വരെ സെമി കണ്ടക്ടർ കമ്പനികൾ പുതുതായിട്ട് ഇന്ത്യയിൽ വരും. അത് വരുന്ന ഭാവി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആയി മാറും എന്നുള്ള തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് നടന്നത്. എന്നാൽ ഇതിലെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സമീപത്തെ കാലത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടും കൂടെ നമുക്കതിനെ ചേർത്ത് വയ്ക്കാം. കാരണം പാറ്റകളുടെ സമരം ജന്തർ മന്ദർ നടന്നു. വിദ്യാർത്ഥികളുടെ രാജ്യമെമ്പാടുമുള്ള നീറ്റ് വിഷയത്തിലുണ്ടായിരുന്ന സങ്കടവും രോഷവും ഒരു സമരരൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏതാനും ചിലർ ശ്രമിച്ചതാണ് ഈ പാറ്റ സമരം. ആ സമരം നടന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിനെ നെഗറ്റീവായിട്ടല്ല കണ്ടത്. അവരുമായിട്ട് ചർച്ച നടത്തി, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. അന്നത്തെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ബന്ധമുള്ള മന്ത്രിയെ മാറ്റി. മാത്രമല്ല പാർലമെൻറ്റിൽ നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കും മറ്റ് പരീക്ഷാ ചോർച്ചകൾക്കും എതിരായിട്ടുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്നു. ശിക്ഷകൾ ഉറപ്പാക്കാൻ പാകത്തിലുള്ള നിയമം പാസ്സാക്കി. ഇത്രയും കാര്യങ്ങൾ നടന്നു. അത് നിയമമായി കഴിഞ്ഞു. പക്ഷേ ഇക്കൂട്ടത്തിൽ ഈ സമരം നടക്കുമ്പോൾ തന്നെ വേറെ ചില കോണുകളിൽ നിന്ന്, അതായത് രാജ്യത്തിൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ശബ്ദമുയർത്തുമ്പോൾ അതിനെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രവിരുദ്ധ ശക്തികളും രംഗത്തെത്തി. ഈ ഒരു അവസ്ഥയാണ് മോഡിക്ക് ഇതിനെ രണ്ടിനെയും, അതായത് വിദ്യാർത്ഥികളെ പോസിറ്റീവായിട്ട് അഡ്രസ് ചെയ്യാനും രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് എതിരായിട്ട് സംസാരിക്കാനും മോഡിയെ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനത്തെ സമരങ്ങളെ പോലും വളച്ചൊടിക്കാനും ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതും കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. സമരം നടന്നത് നീറ്റ് എക്സാമിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഷർജീൽ ഇമാമിനെ വിട്ടയക്കണം എന്നുള്ള ആവശ്യം ഉയർന്നത് എവിടെ നിന്നാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? അതുപോലെ തന്നെ കാശ്മീരിലെ 370 വകുപ്പ് റദ്ദാക്കിയ നടപടി പിൻവലിക്കണം എന്നുള്ള ആവശ്യം വന്നത് ഏത് കോണിൽ നിന്നാണ്? ചില മതവേഷം ധരിച്ചവർ വലിയ നീണ്ട വാളുമായിട്ട്, കൃപാണെന്ന് പേരുള്ള വാളുമായിട്ട് ഈ വേദിയിൽ വന്നത് എന്താണ് കാരണം? ഇതുകൂടാതെ FCRA ഭേദഗതി നിയമത്തിനെതിരായിട്ട് ഒരു മാർച്ച് ഈ സമരത്തിൻ്റെ വേറൊരു ഭാഗത്ത് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നടന്നു. അതിൻ്റെ ആവശ്യം എന്താണ്? നീറ്റ് പരീക്ഷയിലെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയാനും കുറ്റവാളികൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സമരം നടക്കുമ്പോൾ അതല്ലാത്ത കാര്യങ്ങൾ, അതല്ലാത്ത ശബ്ദങ്ങൾ എവിടെ നിന്ന് വരുന്നു? സാധാരണഗതിയിൽ അങ്ങനെയൊന്ന് വന്നാൽ കേന്ദ്ര ഗവൺമെൻറ് വേണമെങ്കിൽ അങ്ങോട്ട് തിരിച്ച് ശ്രദ്ധ തിരിച്ചുവിടാം. അതായത് രാഷ്ട്രവിരുദ്ധ ശക്തികളാണ് സമരത്തിന് പിന്നിൽ, ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് മാറ്റിവിടായിരുന്നു. അന്നത് ചെയ്തില്ല. ശ്രദ്ധിക്കണം, ആ സമയത്ത് പല ആൾക്കാരും അങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇന്ന പോലെ. ഞാൻ പോലും പറഞ്ഞിരുന്നു, ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, പല പല ആൾക്കാരും വരുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല പരാമർശിക്കാൻ പോയത്. വിദ്യാർത്ഥികളുടെ കൺസേൺ എന്ത്, അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തു. അത് മാത്രം അഡ്രസ്സ് ചെയ്തു. എന്നിട്ട് അതിൽ തീർപ്പുണ്ടാക്കി. അതുകൊണ്ട് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ രോഷത്തിന് ശമനം ഉണ്ടായി. അവരുടെ സമരം നിന്നു. മറ്റു പല സമരങ്ങൾക്കും വേണ്ടി പലരും ശ്രമിച്ചു. കോടതികൾ ചില ആൾക്കാർക്കെതിരെ കേസുകൾ എടുക്കാനും ചില ആൾക്കാരുടെ കേസുകൾ ഒഴിവാക്കാനും പറഞ്ഞു. ഒക്കെ ശരി. പക്ഷേ ഇതിനിടയിൽ സമരത്തെ മുതലെടുത്ത് അക്രമങ്ങളിലേക്ക് നയിക്കാൻ പാകത്തിന് ഒരു കൂട്ടം ആൾക്കാർ രംഗത്ത് വരുന്നു. അതിനെയാണ് മോഡി സ്വാതന്ത്ര്യദിനത്തിലെ ചെങ്കോട്ട പ്രസംഗത്തിൽ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം പറഞ്ഞതാണ്, ഈ രാജ്യത്ത് സായുധരായിട്ടുള്ള നക്സലുകൾ എന്നവരെ നമ്മളെ ഏതാണ്ട് ഒതുക്കിയിരിക്കുന്നു. അവരുടെ ഭീഷണിയെ നമ്മൾ അടിച്ചമർത്തിയിരിക്കുന്നു. ഇന്ന് അവർ രാജ്യത്തിന് ഭീഷണിയല്ലാത്ത വിധത്തിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷേ ഈ രാജ്യത്ത് ദിമാഗി നക്സലുകളുണ്ട്, നക്സൽ ബുദ്ധിയുള്ളവരുണ്ട്, അല്ലെങ്കിൽ നക്സൽ മനോഭാവമുള്ള വ്യക്തികൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നു. അവരാണ് രാഷ്ട്രത്തിന് കുഴപ്പമുണ്ടാക്കുന്നത്. അതിനി നമ്മൾ അറിയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. അതായത് നക്സലുകൾ അവിടെയുണ്ട്, എന്നാൽ നക്സൽ മോഡലിൽ ചിന്തിക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. എന്താണ് അവരുടെ ചിന്ത? ജനാധിപത്യ വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെക്കുറിച്ചാണ് പറഞ്ഞത്. വിഘടനവാദത്തിന് വേണ്ടി ചിന്തിക്കുന്നവരെക്കുറിച്ചാണ് പറഞ്ഞത്. രാജ്യത്ത് വിഘടനവാദ പ്രവർത്തനം നടത്തുന്നവരെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ രാജ്യത്തെ വിഭജിക്കാൻ നോക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വേറെ ചില കാര്യങ്ങളും കൂടി ചിന്തിക്കണം. ആലോചിച്ച് നോക്കണം. മാവോവാദി മേഖലകൾ എന്ന് പറയുന്ന സ്ഥലങ്ങൾ തന്നെ മതപരിവർത്തന മേഖലകളായിട്ടുണ്ട്. അതായത് മതപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള, ഇത് മതത്തിൻ്റെ പേരുള്ള സേവന പ്രവർത്തനങ്ങളാണെന്ന രീതിയിൽ പുറമേ നിന്ന് ഇന്ത്യയിലേക്ക് പണം വരുന്നു.
ഈ പണം ചെലവഴിക്കപ്പെടുന്നത് ഭീകരവാദ ബാധിത മേഖലകളിലാണ്. ഈ പണം എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ അതിന് ഓഡിറ്റിംഗ് നടത്താൻ ഇവർ അനുവദിക്കില്ല. അതുകൊണ്ടാണല്ലോ ആ ഓഡിറ്റിംഗ്, പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിങ്ങും നടപടികളും വേണം എന്ന് പറഞ്ഞുകൊണ്ട് FCRA നിയമ ഭേദഗതി ബിൽ നമ്മുടെ മുന്നിൽ വരുന്നത്. എന്നാൽ അതങ്ങനെ ആവരുതെന്ന് ശഠിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ സമരരംഗത്തിറങ്ങുന്നു. നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വിദേശത്തുള്ള ചില ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ NGO, ഉദാഹരണത്തിന് തിമോത്തി ഫൗണ്ടേഷൻ, ഇവർ ലോകമാസകലം മതകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് പണം മുടക്കുന്നവരാണ്. അതേ കാര്യത്തിന് വേണ്ടി ഇന്ത്യയിൽ വേണമെങ്കിൽ അവർ പണം മുടക്കി എന്ന് പറയാം. പക്ഷെ പണം മുടക്കപ്പെട്ടത് നക്സൽ ബാധിത മേഖലകളിലാണ്, ഭീകരവാദ ബാധിത മേഖലകളിലാണ്. അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ പണം ചെലവഴിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സംശയിക്കപ്പെടുന്നു. 1-2 കോടി രൂപയല്ല, 95 കോടി രൂപയാണ് ഇത്തരത്തിൽ അവിടെ ചെലവഴിക്കപ്പെട്ടത്. അത് തന്നെ എങ്ങനെ FCRA അക്കൗണ്ടിൽ പോലും വരാതെ, എത്ര എമൗണ്ട് അവിടെ കൊണ്ടുവരാതെ അനേകം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകളിൽ കൂടിയാണ്, നൂറുകണക്കിന് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഉപയോഗിച്ചിട്ട് ഈ പണം ഇന്ത്യയിൽ പിൻവലിക്കപ്പെടുകയാണ് ചെയ്തത്. ഇങ്ങനെ പോലും തട്ടിപ്പ് നടക്കുന്നു. അത് യഥാർത്ഥത്തിൽ ചെയ്യരുതാത്തതാണ്. എന്നാലോ വിദേശത്ത് വരുന്ന ഒരാൾക്ക് ഇവിടുത്തെ ഒരു ബാങ്കിൽ പോയിട്ട് സ്വന്തം ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ച് പണം പിൻവലിക്കാം. അത് മാനുഷികമായിട്ടുള്ളൊരു ഉപകാരമാണ്. അവന് പണത്തിന് വേണ്ടി വേറെ കാത്തു നിൽക്കേണ്ട. പക്ഷേ അത് പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് വിദേശത്തുള്ള ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഇന്ത്യയെ കൊണ്ടുവന്നിട്ട് ഇവിടെ പണം പിൻവലിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതൊരു ഭാഗത്താണെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വളരെയധികം വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ എവിടെയാണ് ഇതിൻ്റെ ആണിക്കല്ലും മൂലക്കല്ലും എന്നൊക്കെ അന്വേഷിച്ച് തന്നാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് എത്തുന്നത് CIA, മൊസാദ് തുടങ്ങിയിട്ടുള്ള ചാരസംഘടനകളിലാണ്. നമ്മൾ വേറെ കാര്യം കൂടെ ആലോചിക്കണം. ജന്തർ മന്തർ സമരം നടക്കുന്നതിന് കഴിഞ്ഞ 1-2 ദിവസം മുമ്പുള്ള സമയത്ത് CIA ചാരന്മാരെ ഇന്ത്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിസോറാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നേപ്പാൾ അതിർത്തിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുക്കികൾ എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്ന് കുറേയധികം പേരെ മതം മാറ്റി വിദേശത്തേക്ക് കൊണ്ടുപോയവരെ പ്രശ്നബാധിത മേഖലകൾ, അതായത് ഇസ്രായേലും സമീപ പ്രദേശങ്ങളിലെ പല പോരാട്ട ഗ്രൂപ്പുകളും തമ്മിൽ സംഘർഷം നടക്കുന്ന ഇടങ്ങളിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ടുപോകുന്നതിന് മുമ്പ്, മതം മാറ്റുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഭീകരവാദ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അവർ ഇന്ത്യൻ മിലിറ്ററി ആയിട്ട് ഏറ്റുമുട്ടി ട്രെയിനിങ് നേടിയിട്ടുണ്ട്. അതായത് അവരുടെ യുദ്ധവൈദഗ്ധ്യം നേടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സത്യത്തിൽ ഇന്ത്യൻ മിലിറ്ററി ആയിട്ടുള്ള വളരെ എന്ന് വെച്ചാൽ ഒരു ഫേക്കായിട്ടുള്ള ഏറ്റുമുട്ടൊന്നുമല്ല, കൃത്യമായ യുദ്ധങ്ങളിൽ കൂടി തന്നെയാണ് അവർ നേടിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ ഇവിടെ അങ്ങനെ പരിശീലിപ്പിച്ച് ഒരു വിദേശ രാജ്യം കൊണ്ടുപോകുന്നു. ആ വിദേശ രാജ്യത്തിൻ്റെ ചാരസംഘടന മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പല വിഘടനവാദ പ്രവർത്തനങ്ങൾക്കും അവിടെ വളം വയ്ക്കുന്നു. ഇന്ത്യയെ വിഘടിപ്പിക്കാനുള്ള ശ്രമം, അതായത് മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളും ബംഗ്ലാദേശിൻ്റെ വടക്കൻ പ്രദേശങ്ങളും മ്യാൻമാറിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളും ചേർത്ത് ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള ശ്രമം മുന്നിലുണ്ടായിരുന്നു എന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടുണ്ട്. ഒരു ക്രിസ്തീയ മതരാഷ്ട്രം സൃഷ്ടിക്കാൻ ചിലരവിടെ ശ്രമിക്കുന്നു എന്നവർ കൃത്യമായിട്ട് പറഞ്ഞു. അത് നടത്താൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്, അക്കാര്യത്തിൽ ഇന്ത്യയെ ചതിക്കാൻ വേണ്ടി അമേരിക്കയോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല, അതുകൊണ്ടാണ് എന്നെ സ്ഥാനഭ്രഷ്ടയാക്കിയത് എന്നവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വിഘടനവാദ പ്രവർത്തനം അവിടെ നടക്കുകയാണ്. അവർക്ക് വേണ്ടി ഫണ്ട് വേണം. അതിന് FCRA ഫണ്ടൊക്കെ ഉപയോഗിക്കണം. ഫോറിനിൽ നിന്ന് ഇവിടെ സേവന പ്രവർത്തനങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്ന പണം ദുരുപയോഗം ചെയ്ത് വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് എടുക്കണം, ആയുധങ്ങൾ സംഭരിക്കണം, സർക്കാരിനെതിരായിട്ട് തിരിക്കണം, അതിനുള്ള പ്രവർത്തനം നടത്തണം. അപ്പം പുറമേ നിന്ന് ഫണ്ട് വരുന്നു. ആർക്ക്? ഈ നാട്ടിലെ പൗരന്മാർക്ക്. അതുപയോഗിച്ച് ഈ നാട്ടിലെ പൗരന്മാരെ ഈ നാടിനെതിരായിട്ട് തിരിക്കുന്നു, ഇവിടുത്തെ ഭരണകൂടത്തിന് ജനങ്ങൾക്കും എതിരായിട്ട് തിരിക്കുന്നു. അവരെ കൊണ്ട് ആയുധം എടുപ്പിക്കുന്നു. ഇവിടുത്തെ ഏജൻസികൾക്കും പട്ടാളത്തിനും സുരക്ഷാ ഏജൻസികൾക്കും സുരക്ഷാ സംവിധാനങ്ങൾക്കെതിരെ പോരാടിക്കുന്നു, ആൾക്കാരെ കൊല്ലുന്നു. ഇതാണ് മാവോവാദത്തിൻ്റെ പേരിലുണ്ടായത്. നക്സലിസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. പലരും വിചാരിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് നക്സൽ പ്രസ്ഥാനം. കൊടിയിലും എഴുത്തിലും മാത്രമേ കമ്മ്യൂണിസ്റ്റ് ഉള്ളൂ. യഥാർത്ഥത്തിൽ അവരുടെ ഫണ്ടേഴ്സ് പറയുന്നത് CIA ആണ്. മൊസാദും കൂടി ഉണ്ടെന്നാണ് സംശയിക്കപ്പെടേണ്ടത്. കാരണം ഇതിൻ്റെ എല്ലാം പുറകിൽ ഏതെങ്കിലും ഒരു മതരാഷ്ട്ര സ്ഥാപനമല്ല, ഇന്ത്യയെ വിഘടിപ്പിക്കുക, ഇവിടുത്തെ സംസ്കാരം നശിപ്പിക്കുക, ഇത് രണ്ടുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. സംസ്കാരം നശിക്കുമ്പോൾ പഴയ മതം നശിക്കുകയും വേറൊരു മതം വരികയും ചെയ്യാം, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ആവശ്യകത എന്താണ്? ഇതിൻ്റെ ആവശ്യകത വിദേശത്ത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അവരുടേതാണ് ആഗോളതലത്തിലുള്ള വലിയ വലിയ കമ്പനികൾ. നമ്മൾ ബഹുരാഷ്ട്ര കുത്തകൾ എന്നറിയപ്പെടുന്ന പല കമ്പനികളും അവരുടെയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയെ പൂർണ്ണമായിട്ടും വിപണികളിൽ ലഭിച്ച് വിറ്റഴിക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. ചെറിയ എക്സാമ്പിൾ പറയാം. നമുക്കൊരു സംസ്കാരമുണ്ട്, ഇന്ത്യയുടേതായിട്ടുള്ള സംസ്കാരമുണ്ട്. നമ്മൾ ഈ സാംസ്കാരികതയെ മുറുകെ പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റുകളും ഈ സാംസ്കാരിക ബന്ധമുള്ളതാവും. ഉദാഹരണത്തിന് സൗന്ദര്യവർദ്ധക പ്രോഡക്റ്റുകൾ. ഇവിടെയുള്ളൊരു ചന്ദനം ഉപയോഗിക്കുന്നു, മഞ്ഞൾ ഉപയോഗിക്കുന്നു, നാച്ചുറൽ ആയിട്ടുള്ള പല വസ്തുക്കൾ ഉപയോഗിക്കുന്നു.
ഗ്രാമങ്ങളിലേക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നഗരങ്ങളിലായിരിക്കും കോസ്മെറ്റിക്സ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കോസ്മെറ്റിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? അന്താരാഷ്ട്ര കുത്തക കമ്പനികൾ തന്നെയാണ്, ബഹിരാഷ്ട്ര കുത്തക കമ്പനികളാണ്. എന്നാലോ ഇവിടുത്തെ ഗ്രാമീണമായ സംസ്കാരം കാരണം ഗ്രാമങ്ങളിലേക്കും ഇന്ത്യയിലെ അനേകം കോടി ആൾക്കാരിലേക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയിൽ ചെറിയൊരു ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ ഇവിടുത്തെ സംസ്കാരം നശിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ സാംസ്കാരിക തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ തലച്ചോറിലേക്ക് അങ്ങനെ ഒരു വിവരം കയറ്റി വെച്ചിട്ട് വിദേശത്തുനിന്ന് വരുന്നതാണ് നല്ലത്, അതിനെ ക്വാളിറ്റി ഉള്ളൂ, വിദേശിയാണ് ശരി, അവരാണ് മഹാൻ എന്നൊരു കാര്യം അവൻ്റെ തലയിൽ കയറ്റി വെച്ചാലോ, അങ്ങനെ വന്നാൽ അവൻ്റെ ഉൽപ്പന്നങ്ങളിലൂടെ വിൽക്കപ്പെടും. ഇങ്ങനെ ചില രാജ്യങ്ങളിൽ സാംസ്കാരികതകൾ നശിച്ചു പോയി കഴിഞ്ഞപ്പോൾ വിദേശ ഉൽപ്പന്നങ്ങൾക്കാണ് ഇടം കിട്ടിയത്. അപ്പോൾ ഇത്തരം വിദേശ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ആധിപത്യം നിലനിർത്താനും ഇന്ത്യ ഡോളർ അധിഷ്ഠിത സാമ്പത്തിക വ്യവസ്ഥയുടെ വെളിയിൽ പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതായത് അമേരിക്കയ്ക്കും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആ സാധനമാണ് അമേരിക്ക ഇസ്രായേലിനെ നിയന്ത്രിക്കുന്നത്. ആരാണോ അമേരിക്കയിലെയും ഇസ്രായേലിലെയും വലിയ കമ്പനികൾ, പ്രധാനമായിട്ട് ജൂതമതത്തിൽപ്പെട്ടവരുടെ വലിയ വലിയ ചില കുടുംബങ്ങളുടെ കമ്പനികളാണത്, അവരാണ് ലോകം മുഴുവൻ ബഹിരാഷ്ട്ര കുത്തകൾ എന്ന പേരിൽ സാമ്പത്തികമായിട്ട് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ എണ്ണക്കച്ചവടം നടന്നവരാണ്, പെട്രോളിയം കച്ചവടം ചെയ്യുന്നത്. ഇറാനെ അവരെ ആക്രമിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഇറാൻ സ്വന്തം നിലയ്ക്ക് പെട്രോളിയം വിൽക്കുന്നു. പറ്റത്തില്ല, ഞങ്ങൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, നീ വിൽക്കണ്ട എന്നുള്ളതാണ് അവരുടെ നയം. അപ്പോൾ ഇങ്ങനെ വരുന്നതോടെ ഒരു രാജ്യത്ത് ഇറാനെ ഒരു വശത്ത് നേരിട്ടുള്ള യുദ്ധത്തിൽ കൂടെ തകർക്കാൻ നോക്കുമ്പോൾ പരോക്ഷ യുദ്ധത്തിൽ കൂടി ഇന്ത്യയെ തകർക്കാനാണ് നോക്കുന്നത്. ആ പരോക്ഷ യുദ്ധത്തിലെ ഇവരുടെ കാലാൾപ്പടയാണ് ഇവിടുത്തെ മാവോവാദികൾ. ആ മാവോവാദികൾ നേരിട്ട് ആയുധമെടുത്ത് വരുമ്പോൾ അതേ മാവോവാദികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതേ ബഹിരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടി അവരുടെ നിന്ന് പണമൊക്കെ വാങ്ങിച്ചിട്ട് വേറെ കുറേ പേര് നക്സൽ ബുദ്ധിയായിട്ട് ഈ നാട്ടിൽ നടപ്പുണ്ട്. അവരെക്കുറിച്ചാണ് മോഡി ദിമാഗി നക്സലുകൾ എന്ന് പറഞ്ഞത്. ഇതിവിടുത്തെ ഏതെങ്കിലും പ്രത്യേക വ്യക്തികളോ ഒരു ജനതയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷേ കുറേയധികം ആൾക്കാർ രാജ്യത്തിനെതിരെ ചിന്തിക്കുന്നവരുണ്ട്. അതിനിടയ്ക്ക് ചിദംബരം ഓടി വന്നിട്ട് പറയാണ് ഞാൻ ദിമാഗി നക്സലാണെന്ന് എക്സിൽ കുറിക്കുന്നു. അതുപോലെ കെജ്രിവാൾ പറയുന്നു, പ്രകാശ് രാജ് പറയുന്നു. ഇവരൊക്കെ എന്തറിഞ്ഞിട്ടായി പറയണേ? ഇവിടെ കൃത്യമായിട്ട് വിഘടനവാദികളുടെ ഉദ്ദേശം തന്നെയാണ്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് മോഡി ആ പേര് വിളിച്ചത്. അപ്പോൾ കുറച്ച് പേർക്ക് തോന്നുവാണ് അയ്യോ അത് ഞങ്ങളെ വിളിച്ചതെന്ന്. ഇതിനൊറ്റ ഉപമയേ ഉള്ളൂ, ഈ കട്ടവൻ്റെ തലയിൽ കോഴിപ്പൂട ഉണ്ടാവുമെന്ന് പറയും. അതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഉപമ. അവർക്ക് തോന്നുകയാണ് ഞങ്ങളെ വിളിച്ചതെന്ന്. അതിനർത്ഥം അവരിൽ പലരും തന്നെ ഇപ്പം ഇതൊക്കെ ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾ അതാണ് എന്ന് പറഞ്ഞിട്ട് വന്നവരാരോ അവർ ഈ പറഞ്ഞ മാവോവാദികളെയും ഈ വിഘടനവാദത്തെയും പലപ്പോഴും പിന്തുണച്ചിട്ടുണ്ടാവാം. അത് ഉള്ളിൽ കുറ്റബോധമായിട്ട് അവരുടെ ഉള്ളിൽ കിടപ്പുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം മോഡി പറഞ്ഞപ്പോൾ ചാടിക്കയറി അവർ വന്നത്. യഥാർത്ഥത്തിൽ മോഡി രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളെ തന്നെയാണ് കൃത്യമായിട്ട് ദിമാഗി നക്സലുകൾ എന്നുള്ള പദം കൊണ്ട് വിവക്ഷിച്ചത്.